ഇവിടെ നിൽക്കും, ഞാൻ വേഗം പറയാം. സ്വർഗം തന്നെ. എന്നിട്ടെന്താ ഇവിടെ ഉള്ളവര് നരകത്തിൽ. ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാണ്. വരൂ, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വന്നട്ടെ, ഇരുന്നട്ടെ. എന്താ വിശേഷം? അവിടെ ആകെ കുഴപ്പത്തിലാണ് സാർ. സാറ് വന്ന് രാധയുടെ കയ്യിൽ നിന്ന് ആ പണം അങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരും. ഇതുവരെ അവൾ ആ പണം തൊട്ടിട്ടില്ല. അവളുടെ കുഞ്ഞാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടക്കുന്നു. ടൗണിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാൽ ഭേദപ്പെടേണ്ടതാണ്. അതവിടെ ഉള്ളതുകൊണ്ട് കടമായിട്ട് പോലും ആരും ഒരു പൈസയും കൊടുക്കുന്നില്ല. സാറേ, പലപ്പോഴും ആ പണം ഇവിടെ കൊണ്ട് തരണമെന്ന് അവൾ എന്നെ നിർബന്ധിച്ചതാണ്. സാർ എന്നോട് ആ പണം വാങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് സാറ് തന്നെ വന്ന് ആ പണം ഇങ്ങോട്ട് വാങ്ങിക്കണം. അവളുടെ മനസ്സിന് ഇതുവരെ ഒരു മാറ്റവുമില്ലല്ലേ? സാർ, ആ പെണ്ണിനെ അങ്ങ് മറന്നേക്ക്. അവൾ അത്രയ്ക്ക് വാശിയില്ല. അവളിപ്പോ എന്റെ മകനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചിരിക്കുകയല്ലേ. എന്താ? അമ്മ പറഞ്ഞില്ലേ? അമ്മയോ? അന്ന് അമ്മയും കൃഷ്ണൻകുട്ടി കൂടി അവിടെ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടാണല്ലോ പോന്നത്. ഇല്ല മോനെ പ്രസാദം. അമ്മ ഗോകുലത്തെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണോ വരുന്നത്? ഇനിയും നീ വേദനിക്കുന്നത് കാണാൻ കരുത്തില്ലാത്തത് കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ മോൻ അമ്മയോട് ക്ഷമിക്കുക. വേദന ഒരു കളവ് കൊണ്ട് എന്റെ വേദന മാറ്റാനാവില്ലമ്മേ. കഴിയുമെങ്കിൽ ഇനിയും എല്ലാരും കൂടി എന്നെ വേദനിപ്പിച്ചുകൊള്ളു. മാച്ചറെ, ഞാനും വരുന്നു, നമുക്ക് പോകാം. ഈ സ്ഥിതിക്ക് ഇനി അവിടെ പോയിട്ട് എന്താണ് ഒരു കാര്യം? കുറച്ചുകൂടി വേദനിക്കാൻ വേണ്ടി. മോനെ ചന്ദ്ര, മോനെ മോനെ പാല് കുടിക്കും. മോനെ എന്താ മോനെ? മോനെ 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 രാജ, ഇനി കുട്ടി ആലോചിക്കണി. ഇനി ചാവുന്നവരെ നീ ആലോചിക്കും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിനക്ക് നീ ആലോചിക്കേണ്ടി വരില്ല. ചേച്ചി, എന്റെ മോനെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അങ്ങനെ എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. അയ്യോ അച്ഛാ, ഞാനിത് എന്ത് ചെയ്യച്ചാ? ഞാൻ എന്റെ മോനെയും കൊണ്ട് എവിടെ പോവച്ചാ? അയ്യോ,
ഇനിയും വൈകിയിരുന്നെങ്കിൽ വളരെ അബദ്ധമാവുമായിരുന്നു. അല്പം വെള്ളം തിളപ്പിച്ചുകൊണ്ടുവരും, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. സാറേ, ഡോക്ടർ പോയി സാർ. രാജൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്, പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആരാണ് ഡോക്ടറെ അയച്ചതെന്ന് രാധ ചോദിച്ചില്ല? ഇല്ല സാർ, അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഞാൻ കൂടെ വരാതിരുന്നത് നന്നായി അല്ലേ? വന്നിരുന്നെങ്കിൽ സാറേ, അന്ന് ഞാൻ ആ പണവും വാങ്ങി സാറിന്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് വലിയ തെറ്റായിപ്പോയി. ഇല്ല, ഒരിക്കലും തെറ്റാവുകയില്ല. ഞാൻ വന്നത് എന്തിനാണെന്ന് വാച്ചർക്കറിയില്ലേ? വേദനിക്കാൻ വേണ്ടിയാണ്. ഒരു പണക്കാരന്റെ മകനായി പിറന്ന പാപിയാണ് ഞാൻ. ആ പാപത്തിന്റെ ശിക്ഷ വേദന കൊണ്ടേ തീരുകയുള്ളൂ. വാച്ചർ വയ്ക്കുള്ളൂ. വീണ്ടും വന്നോ? ആ പെണ്ണിന് സൂര്യൻ കൊടുക്കില്ല അല്ലേ? കടന്നു പോകുമ്പോഴത്ത് പോകാനാണ് പറഞ്ഞത്. ഞാനിവിടെ ഉള്ളപ്പോൾ ആഗ്രഹം നിങ്ങൾക്ക് നടക്കില്ല. പണക്കാരാണ് പോലും, പണക്കാർ. അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ. വിഷമുടി, ഇവരെ പിടിച്ച് പുറത്താക്കും. വിടാനൊന്ന് പുറത്തെത്തിക്കോട്ടെ. വിടാമെന്ന് കാണിച്ചറിഞ്ഞ ഞാനൊന്ന് കെട്ടിയെട്ടിക്കും. അവളെ നിങ്ങൾക്ക് കിട്ടില്ല. അവളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അങ്ങനൊന്നും വായിച്ചു പിടിക്കണ്ട. ഞങ്ങൾ വന്നത് കൊണ്ടുപോകാനാ, കൊണ്ടുപോവുക തന്നെ ചെയ്യും. പോടാ, അപ്പൊ ഭ്രാന്തുണ്ടെങ്കിൽ തലയിൽ കിടക്കണം. ഒന്ന് പോയാട്ടെ. അവളെ കൊണ്ടുപോകുമ്പോ എന്റെ ശവം വഴിയിൽ കിടക്കും. ആദ്യം ഞങ്ങൾ മാറ്റി കിടത്തിട്ട് ഞങ്ങൾ പൊക്കോളാം. എന്റെ മോനെ, അച്ഛാ, ദൈവമാണ് അച്ഛാ ഡോക്ടറെ ഇങ്ങോട്ട് അയച്ചത്. മോളെ, നിന്നോട് അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആലോചിച്ചിരുന്നതാ. എന്താണ് അച്ഛാ? ആ ചന്ദ്രൻ സാർ ടി വിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഡോക്ടറെ ഇങ്ങോട്ട് അയച്ചത്. അച്ഛാ, ആ പണപ്പെട്ടി. അവൻ പിന്നെയും വന്നിട്ടുണ്ട്. നിന്നെ കൊണ്ടുപോകാനാ പറയുന്നത്. നീ സൂക്ഷിക്കണം. എന്തോ സൂക്ഷിക്കാനാണോ? എനിക്കും ബാക്കിയ. അയാളെ കൂടെ തന്നെ എന്റെ മകളെ ഞാൻ അയക്കുന്നുള്ളൂ. അച്ഛാ, കണ്ടില്ലേ, രാധിക ഇഷ്ടമല്ല. അത് നീ അന്വേഷിക്കണ്ട. നീ നിന്നെ ഭ്രാന്ത് കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടോ? രാധേ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. പോകാനോ എന്നോട്? അച്ഛൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ആ ചന്ദ്രൻ സാർ നല്ലവനാണ് മോളെ. പണം പിടിച്ച കൈകളെയല്ല, അത് ഉൾക്കൊള്ളുന്ന ഹൃദയത്തെയാണ് നാം മാനിക്കുന്നത്. ആ ചന്ദ്രൻ സാറിന്റെ ഹൃദയം നിറയെ സ്നേഹമാണ് മോളെ. അച്ഛാ, മോളെ, നീ അദ്ദേഹത്തിന്റെ കൂടെ പോണം. നിനക്കറിയാമോ ആ പണം മോഷ്ടിച്ചാരാന്ന്? നാണുകൂട്ടനാ, അല്ലാതെ മറ്റാരുമല്ല. നീ പറയുന്നല്ലോ പണക്കാരെ വിശ്വസിക്കാൻ വയ്യാന്ന്. പാവങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി. നാണുകൂട്ടനെ പറ്റി നീ എന്ത് പറയുന്നു? മോളെ, ഒരച്ഛന്റെ സ്നേഹത്തോടുകൂടി ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു തെറ്റാവില്ല. നീ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും മോളെ. ഇനിയും ടി വിയിൽ പണക്കാരി വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴരുത്. ഒരു കാലത്തില്ല ചേച്ചി. എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു.